ഞാനൊന്ന് 2 ദിവസം അടുപ്പിച്ച് പുറത്ത് പോയിട്ട് വന്നപ്പോൾ നല്ല ടേബിളിൻ്റെ അവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പരിപാടി ആയപ്പോഴത്തേനും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എനിക്ക് ടേബിൾ ഒന്ന് റിയറേഞ്ച് ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒട്ടും വൈകിക്കാണ്ട് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റി നമ്മുടെ ഈ ടേബിളിനെ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ടേബിളാക്കി മാറ്റാം. ഇനി കുറച്ച് നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ടൈം ലാപ്സിൽ കാണാം കേട്ടോ. നല്ല പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ വീട് പണിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എന്തായിരുന്നെന്ന് അറിയോ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ തരണം. ടേബിളല്ല, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാനിറ്റി ടേബിൾ പോലെ തരണം എന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതാനോ പിടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടെ ഒരു സെറ്റപ്പായിട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ടേബിൾ ഉണ്ടായത്. ആൻഡ് ഈ കണ്ണാടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്തതാണ്, പക്ഷേ ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കാറില്ല. അപ്പം അതും കൂടെ നമുക്കൊന്ന് വൃത്തിയാക്കിയേക്കാം. ഇത് ഞാൻ കഴുകിക്കൊണ്ട് വന്നതാണ്. ഞാൻ കഴുകിയില്ല, ഇത് ഫുൾ ചെളിയായിരിക്കുമെന്നൊന്നും പറയത്തില്ല. ഞാൻ കഴുകിയിട്ട് ഇപ്പം എടുത്തിട്ട് വന്നതാണ്. എങ്ങനെ അതിനകത്ത് പൊടി കയറുമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ മിക്കവാറും രാവിലെകളിലാണ് ഗ്ലാസ് ഒക്കെ തുറന്നിടാറ്, പക്ഷെ എന്താ പറയുക, പൊടി എവിടുന്നൊക്കെയാണ് വന്ന് കയറുന്നത്. എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫുൾ സൈസ് മിററും. ആ മിററും എനിക്ക് കിട്ടി. പക്ഷെ ഇതെല്ലാം ആദ്യം കിട്ടുമ്പോൾ എൻ്റെ അമ്മ പണ്ട് തൊട്ടേ പറയും, ആദ്യം അത് കിട്ടുമ്പോൾ ഉള്ളൊരു ആക്രാന്തം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞില്ല പിന്നെ കഴിഞ്ഞു. പക്ഷെ അങ്ങനല്ല, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കാനും എന്താ പറയുക എല്ലാം സെറ്റാക്കി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ജേണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു ജേണി ആക്കി ഒരു ചാപ്റ്റർ ആക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ പിന്നെ ഒരു ദിവസം എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഹായ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ പക്ഷെ എനിക്ക് എന്താക്കിയ എനിക്കൊന്ന് ഗ്ലാസ് ക്ലീനർ ഇട്ട് തുടയ്ക്കുമ്പോൾ ഏകദേശം നല്ല സെറ്റ് ആവുന്നുണ്ട് അല്ലേ? തോന്നുന്നു സെറ്റ് ആയിട്ടുണ്ട് എന്ന്. നേരത്തെക്കാലം കുറച്ച് വൃത്തിയായിട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ അറിയാം എങ്ങനെ ഉണ്ടാവുന്നു. ഹായ്, മുതുക്കനായിട്ടുണ്ടല്ലേ? പക്ഷെ എന്നെ കാണാൻ നല്ല മുതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ വൃത്തിയാക്കിയെടുത്ത് നമ്മുടെ ടേബിള്. ലൈറ്റിൻ്റെ കുറച്ച് കമ്മി ഉണ്ടല്ലേ? സൂര്യൻ്റെ പാട്ടിന് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പം ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ടേബിൾ ഒന്ന് റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതും കൂടെ ഈ കൂട്ടത്തിൽ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത് എന്താണെന്നറിയോ? ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത് ഈ ഒരു ഫ്ലവർ വൈസ് ആണ് ഗൈസ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കാണുന്നുണ്ടോ? ഈ ഒരു ഫ്ലവർ വൈസ് ആണ്, സെറ്റ് സാധനമാണ് കേട്ടോ. ഫ്ലവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്ലവർ മാത്രം ഞാൻ വാങ്ങിച്ചില്ല, ഫ്ലവർ കൂടെ വാങ്ങിക്കേണ്ടതായിരുന്നു. അപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിയ 2 പ്രോഡക്ട്സ് ആണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് എസ്തെറ്റിക്സ് കൂടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഒന്ന് എന്താ പറയുക, ഒരെണ്ണം എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പം ഞാൻ സ്ഥിരം എടുക്കുന്ന സ്കിൻ കെയർ മാത്രം വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആണിത്. ഇത് ചിലപ്പോൾ ഞാനിങ്ങനെ കമ്മല് മാലയൊക്കെ വെറുതെ ഇങ്ങനെ അലക്ഷ്യമായിട്ടൊക്കെ ടേബിളിൽ കിടക്കുമ്പോൾ
അത് ഇട്ട് വെക്കാനുള്ള ഒരു ട്രേ ആയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴൊന്നും ഞാൻ ഈ കമ്മലും മാലയൊന്നും മാറ്റാറില്ല. അപ്പം പറ്റുന്ന സമയത്ത് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നേക്കുന്നത്. അധികം ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ മീഷോനെ ഞാൻ ഇപ്പോഴാണ് സ്നേഹിക്കുന്നത് ഗൈസ്. കാരണം ഇതിന് മുന്നേ ഞാൻ സാധനങ്ങൾ വാങ്ങി എനിക്ക് പാളിയിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് അടിപൊളിയായിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഈ ടേബിളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പൊ തന്നെ ഒരു എസ്തറ്റിക് മൈ വായിച്ചേ, എന്തൊക്കെ പറയാനേ, ഇപ്പൊ തന്നെ ഒരു എസ്തറ്റിക് മയായല്ലേ ഗൈസ്. ഇനി ഞാൻ വാങ്ങിയ സാധനമാണ് ശരിക്കും അടിപൊളി. ഇതെനിക്ക് ഒരു പ്രതീക്ഷയില്ലാണ്ട് വാങ്ങിയൊരു സാധനമാണ്. ഞാൻ കാണുന്നുണ്ടോ? ഒരു പ്രതീക്ഷയില്ലാണ്ട് വാങ്ങിയ സാധനമാണ്. പക്ഷെ കയ്യിൽ കിട്ടി തുറന്ന് നോക്കിയപ്പോണ്ടല്ലോ, അരേ വാ മീഷോ, പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഗൈസ്. നോക്കിയേ എന്ത് കിടിലനായിട്ട് വന്നേക്കുന്നത് നോക്കിക്കേ. ഈ പാക്കേജ് കണ്ട, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മീഷോയുടെ ഭാഗത്തുനിന്ന് ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എനിക്ക് കിട്ടുന്നുള്ളത്. ഇതിന്റെ സ്മെല്ലാണെങ്കിൽ പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല കിടില സ്മെല്ലാണ്. ഈ ഊതിന്റെയും അറബിക് അത്തറിന്റെ ഒക്കെ മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോളൂ. വർത്ത് പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇതുവരെ കത്തിച്ചിട്ടില്ല. ഇതിന്റെ സ്മെല്ല് മാത്രമാണ് ഞാൻ പറയണത്. ഇതിന് ലൈറ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. ഇപ്പൊ എങ്ങനെയുണ്ട് കാണാൻ? കുറച്ച് എസ്തെറ്റിക്സ് കൂടിയില്ലേ? 25 വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ക്രേസാണ് ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ, ആ മറ്റേ നമ്മുടെ സെന്റഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അത് ഞാൻ തുറന്നു പോലും ഇല്ല. ആ പാക്കറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. റൂം ഫുൾ ആ സ്മെല്ലായിട്ടുണ്ട്. എനിക്ക് സെന്റഡ് ക്യാൻഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതുപോലെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കാറില്ല. അതിന്റെ മെയിൻ റീസൺ എൻ്റെ അമ്മയാണ്. വെറുതെ ഇതിന് ഇതൊക്കെ വാങ്ങി വെക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ അമ്മയ്ക്കറിയില്ലല്ലോ എസ്തെറ്റിക്സ് എന്താന്നുള്ളത്. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ചെടി വാങ്ങാൻ മറന്നുപോയി. ചെടി വാങ്ങാൻ മറന്നുപോയുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ തൊടിയിലുണ്ടായിരുന്ന 2 ചെടി ഞാൻ അങ്ങോട്ട് പറിച്ചു. നോക്കി, നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പൊ ഇതും കൂടെ വെച്ച് നോക്കാം നമുക്ക്. അരെ വാ, എന്തും ദൈവം, എനിക്ക് വയ്യ. ഇത് വെറുതെ അവിടെ സൈഡിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. അമ്മൂമ്മയ്ക്കൊരു പൂന്തോട്ടം ഉണ്ട്, ചെറിയ പൂന്തോട്ടം ഉണ്ട്. ഇങ്ങനെ തൂക്കി തൂക്കിയിടുന്ന കുറച്ച് ചെടികളില്ലേ, ആ ചെടികളുടെ സ്ഥലത്ത് നിന്ന് പറിച്ചോണ്ട് വന്നതാണ് ഞാൻ. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഐ റിയലി ലവ് ഇറ്റ്. ഓക്കെ, ഇനി എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളുണ്ട് വെക്കാനുള്ളത്, അത് വെക്കാം. അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഒഴിവാക്കാനുള്ളതാണ്. കുറെ അലമാരിയുടെ ഉള്ളിൽ പോകാനുള്ളതാണ്. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്തോണ്ട് വരുന്നതാണ്. ഇത് ഒരു ക്രിസ്മസ് ഫ്രണ്ട് പണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോകണതല്ലേ. ഇതെൻ്റെ ക്ലിപ്പാണ്. ഇപ്പം എല്ലാവർക്കും ഇങ്ങനത്തെ ക്ലിപ്പ് ഭയങ്കര ഇതായിരുന്നല്ലോ. അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞു തോന്നുന്നു. പക്ഷെ ഇപ്പോഴും എൻ്റെ ഉണ്ട്. തൽക്കാലം അതിവിടെ ഇരിക്കട്ടെ. പിന്നെ എസ്തെറ്റിക്കിൽ പെടുവോ ഇല്ലയോ എന്ന് അറിയാത്തൊരു സാധനമുണ്ട്. അതെനിക്ക് കളയാൻ പറ്റില്ല. അതിൻ്റെ കളക്ഷനാണ് ഗൈസ്. ഇത് ഞാൻ എങ്ങനെ കളയാനാണ്? ഇതെനിക്ക് കളയാൻ തീരെ മനസ്സില്ല. ഒരുപാട് വളകളുണ്ട്. ഇതൊന്നും ഞാൻ ഇടാറില്ല. പക്ഷെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയിട്ട് കാണുമ്പോൾ വാങ്ങിക്കാണ്ടിരിക്കാൻ തോന്നില്ല. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന വളകളാണ് ഇതൊക്കെ. അപ്പൊ ഇതും നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വെക്കാം. ഈ സൈഡ് ഇങ്ങനെ ഇരുന്നോട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതോ ഇവിടെ തന്നെ വെക്കണോ? അത് കുറച്ച് ഓവറായി പോവില്ലേ? അവിടെ വെക്കണ്ട, നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ എന്റെ ഫ്ലവർ വേസ് മറന്നു പോവും. ഇവിടെ എത്തിക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ എൻ്റെ 2 സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ എപ്പോഴും സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ അതും കൂടെ നമുക്ക് സെറ്റാക്കാം, വെക്കാം. ഓക്കെ, മെയിനായിട്ട് ഞാൻ എൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. സൺസ്ക്രീനും എൻ്റെ ലിപ് ബാമും. ഈ 2 സാധനം എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ 2 സാധനം എന്തായാലും ഇവിടെ തന്നെ ഞാൻ വെക്കോളാം. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ടേബിള്? പാവം, എൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല,
സൈഡിലിരുന്നോണ്ടെന്താ കുഴപ്പമെന്താ? എന്നിട്ട് ഫുൾ വ്യൂ കാണിച്ചു തന്നാലോ? ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ ടേബിൾ, ഓർഗനൈസ് ചെയ്ത ടേബിൾ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കുറച്ച് നേരത്തെ പരിപാടിയാണെങ്കിലും സാധനം കളറായിട്ടില്ലേ? മീഷോയിൽ നിന്ന് വാങ്ങിയ സാധനം നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാൻഡിലും കൂടി ഒന്ന് ലൈറ്റ് ചെയ്ത് നോക്കിയാലോ? ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. ആ സംഭവത്തിന് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഈ സംഭവത്തിന് ഞാൻ ഇങ്ങോട്ട് വെച്ചു. അതേത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല. ആ സൈക്കിളും എൻ്റെ രണ്ട് ലവ് ബേർഡ്സിനെയാണ്. നമുക്കിത് ലൈറ്റ് ചെയ്ത് നോക്കാം. അയ്യോ, സൂപ്പറാണ് കേട്ടോ ഈ സാധനം. ഇതിന് വേറെ കുറേ ഫ്ലേവർ ഉണ്ട്, അതും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ലിഡ് ഉള്ളതായതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പൊടിയൊന്നും കയറാണ്ട് നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പം അതാണ് ഞാൻ ഇങ്ങനത്തെ സംഭവം വാങ്ങിക്കാനുള്ളത്. മറ്റേ ടൈപ്പ് ബബിൾ ക്യാൻഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രായത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് എന്താ പറയുക, നമുക്ക് ഉപകാരമുള്ള സാധനങ്ങളില്ലേ. മറ്റേതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയണ പോലെ പെട്ടെന്ന് പൊടിയൊക്കെ പിടിച്ചിട്ട് ആകെ ചീത്തയാവും. ഇതാകുമ്പോൾ നമ്മൾ ലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ആക്കിയിട്ട് നമുക്ക് നേരെ ഇത് അടച്ച് സംഭവം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിതും കൂടെ കത്തിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതാ ഗൈസ്, നമ്മൾ നമ്മുടെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട്. നല്ല കിടിലനായിട്ടുണ്ട് ടേബിൾ ഇപ്പോൾ കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനൊരു മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ടേബിളിൻ്റെ ടോപ്പ് മാത്രമായിട്ടുള്ളൂ. ഇനി എനിക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ കിടക്കുകയാണ്. അതൊക്കെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് ചെയ്യാം. ഒറ്റയടിക്ക് ചെയ്യാൻ ഞാൻ സത്യം തന്നെ ഇപ്പം തന്നെ ക്ഷീണിച്ചു. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, ഒരു എസ്തറ്റിക് വൈബൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ തന്നെ ഉണ്ട്. അതിന് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കൊരു ശല്യം ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സൈഡ് ഗൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും ഇടയ്ക്ക് ഒന്ന് മീഷോയിൽ പോയിട്ട് ട്രൈ ചെയ്യുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിടിലനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ 500 റുപ്പീസിന് താഴെ വരുന്ന സാധനങ്ങളാണ് എല്ലാം. മൊത്തത്തിൽ ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ഒരു 600 അറൗണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ 3 സാധനങ്ങളും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ 2 സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നാലെ ഇടുന്നതായിരിക്കും കേട്ടോ.